ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൊഡ്യൂൾ 5 സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ സയൻസിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അവിടെ മൊഡ്യൂൾ 5 ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, റോൾസ് ലോ, ഹെൻറീസ് ലോ എന്നൊക്കെ പറഞ്ഞ കുറെ ഏരിയ ഉണ്ട്. അത് നമുക്ക് +2 കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. അത് 9th കെമിസ്ട്രിയിലും ഇത് പഠിക്കുന്നുണ്ട്. സൊല്യൂഷൻസിനെ മിക്സ്ചർ, ഹോമോജീനിയസ്, കൊളോയിഡ്സ് ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ കൊളോയിഡ്സ് ഒക്കെ ഓൾറെഡി ചെയ്തതാണ്. അത് മൊഡ്യൂൾ 7 വരുന്നതാണ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മൊഡ്യൂൾ 5 സൊല്യൂഷൻസിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ യു ആർ വെരി വെൽക്കം ടു മൈ ചാനൽ. എന്റെ ചാനൽ മെയിൻലി ഇറ്റ്സ് ഓൾ അബൌട്ട് കെമിസ്ട്രി റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും വരിക. പിന്നെ ഇപ്പൊ നമ്മൾ ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസിലാണ് ഇവിടെ നമ്മൾ മൊത്തം മൊഡ്യൂൾസും ഡിസ്കസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ മൊഡ്യൂൾ 7 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൊഡ്യൂൾ 5 സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഏരിയ ആണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്താണെന്നാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡൈല്യൂട്ട് സൊല്യൂഷൻ വെച്ചിട്ട് ഹെൻറീസ് ലോ, പിന്നെ റൗൾസ് ലോ, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, പിന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, പിന്നെ അബ്നോർമൽ മോളിക്കുലർ മാസ് എന്താണ്, വാൻ ഹോഫിന്റെ ഫാക്ടർ, ഫാക്ടർ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് സൊല്യൂഷൻസ് എന്താണെന്ന് നോക്കാം. സൊല്യൂഷൻസ്, ഇപ്പൊ നമ്മൾ സൊല്യൂഷൻസിലേക്ക് പോവാണ്. താണ്ട് ഇവിടെ എന്തോ ഒരു സാധനം, ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടപ്പോഴേക്കും അതിന് പതയൊക്കെ ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഡിസോൾവ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഗ്ലാസ് ഓഫ് വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു കമ്പോണന്റ് അത് മൊത്തത്തിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു മെയിൻ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ഇനി സബ് വീഡിയോ ഇവിടെ ഉണ്ട്, ഞാനൊന്നുകൂടെ കാണിക്കാം. ഇവിടെ എന്താണ്, 1 ഡ്രോപ്പ് ഇങ്ക് നമ്മൾ ആ ഒരു ബീക്കറിനകത്തുള്ള വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുവാണ്. അപ്പൊ അത് സ്ലോ മോഷനിൽ കാണിച്ചിരിക്കും, കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട്. ആ 1 ഡ്രോപ്പ് ഇങ്ക് അതിങ്ങനെയാണ് നമ്മളുടെ ആ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് സൊല്യൂഷൻ, സൊല്യൂഷൻസ് എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. മേ ബി ഞാൻ ഇട്ടത് അതൊരു ഷുഗർ ക്യൂബ് ആണെങ്കിൽ ആ ഷുഗർ ക്യൂബ് ഈ ഒരു വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, ഷുഗർ സൊല്യൂഷൻ കിട്ടി. ഇവിടെയാണെങ്കിൽ നമ്മൾ ഇങ്ക് ആണ്, 1 ഡ്രോപ്പ് ഇങ്ക് ആണ് ആ ഒരു ബീക്കറിനകത്തുള്ള വെള്ളത്തിലേക്ക് ഇട്ടത്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, ഇങ്കിന്റെ ഒരു സൊല്യൂഷൻ കിട്ടി അല്ലെ. അപ്പോൾ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സൊല്യൂഷൻസ് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ശരിക്കും സൊല്യൂഷൻസ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഇവിടെ കണ്ടോ, സൊല്യൂട്ട് എന്ന് പറയുന്ന ഒരു ആളെ കാണുന്നുണ്ട് ഇവിടെ. സൊല്യൂട്ട്, അതുപോലെ തന്നെ സോൾവെന്റ്, 2 ടേംസ് ആണ് ഇവിടെ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് സൊല്യൂഷൻസിൽ. അപ്പൊ സൊല്യൂട്ട് എന്താണ്, സോൾവെന്റ് എന്താണ്, എങ്ങനെയൊക്കെയാണ് സൊല്യൂഷൻസ് ഫോം ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് സൊല്യൂട്ട് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുവാണെങ്കിൽ അവിടെ നമ്മൾ 1 സ്പൂൺ ഷുഗർ ആണ്, 1 സ്പൂൺ ഷുഗർ ആണ് നമ്മളിപ്പോ സപ്പോസ് 1 സ്പൂൺ ഷുഗർ ആണ് നമ്മൾ ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 1 സ്പൂൺ ഷുഗർ എന്ന് പറയുന്നതാണ് ദ കമ്പോണന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ളത് ആളെ ഏതാണോ അതിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്ന ടേം കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി കൂടുതലുള്ളത് ഏതാണോ ആ ഒരു സൊല്യൂഷനിൽ കൂടുതൽ എന്താണോ ഉള്ളത് അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൊല്യൂട്ട് എന്താണ്, സോൾവെന്റ് എന്താണെന്ന് കിട്ടിയോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കുവാണെങ്കിൽ പഞ്ചസാര നമ്മൾ ആ ലായനി, പഞ്ചസാര എന്ന് പറയുന്നത് അവിടുത്തെ ലായകവും അവിടുത്തെ ലീനവും, അതുപോലെ തന്നെ സോൾവെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ലായകവുമാണ്. ഓക്കെ, സോൾവെന്റ് എന്ന് പറയുന്നത് കൂടുതൽ എമൗണ്ട് ഉള്ളതിനെ നമ്മൾ സോൾവെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ലായകം എന്ന് പറയും. കുറച്ച് എമൗണ്ട് ഉള്ളതിനെ നമ്മൾ ലീനം എന്ന് പറയും. അങ്ങനെ ലീനവും ലായകവും ഇവിടെ 2 എണ്ണമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ബൈനറി സൊല്യൂഷൻ എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ 2 കമ്പോണൻസ് ഉള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ച് മാത്രമാണ്. ബൈനറി സൊല്യൂഷൻ കണ്ടെയ്നിങ് 2 കമ്പോണൻസ്, 2 കമ്പോണൻസ് ഉള്ളതിനെയാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻ എന്ന് വിളിക്കുക. നമ്മളിവിടെ ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ടോട്ടൽ 9 ബൈനറി സൊല്യൂഷൻസ്
കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ലായകവും ലീനവും, അതായത് ലായകത്തിന്റെ അവസ്ഥയും ലീനത്തിന്റെ അവസ്ഥയും വേർതിരിക്കുന്ന അനുസരിച്ച്, വിച്ച് മീൻസ് ഡിഫറെന്റ് ആവുന്ന അനുസരിച്ച് നമുക്ക് 9 സൊല്യൂഷൻസ് നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സൊല്യൂഷൻസിന്റെ മലയാളം എന്ന് വെച്ചാൽ ലായനിയാണ് കേട്ടോ. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലായനി. സൊല്യൂഷൻസ് ലായനി, സൊല്യൂട്ട് ലീനം, സോൾവെന്റ് ലായകം. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്താണെന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ ഗേഷ്യസ് സൊല്യൂഷൻ, ആദ്യത്തെ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ലായനി എന്ന് പറയുന്നത് ഗേഷ്യസ് സൊല്യൂഷൻ ആണ്. ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലായകം എന്ന് പറയുന്നത് ഗ്യാസ് ആണ് കണ്ടോ. ലായകം ഗ്യാസ് ആണ്. പിന്നെ നമുക്ക് ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് അങ്ങനെ മാറുന്ന അനുസരിച്ച് നമുക്ക് സോളിഡ് ഇൻ ഗ്യാസ്, ലിക്വിഡ് ഇൻ ഗ്യാസ്, ഗ്യാസ് ഇൻ ഗ്യാസ് എന്ന് പറയുന്ന 3 തരം ഗേഷ്യസ് സൊല്യൂഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡ് സൊല്യൂഷൻ നോക്കാം. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ലിക്വിഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ദ്രാവക ലായനികൾ. ദ്രാവക ലായനികൾ 3 ടൈപ്പ് ഉണ്ട്. അവിടുത്തെ ലായകം എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കും. അവിടുത്തെ ലായകം ലിക്വിഡ് ആയിരിക്കും. അപ്പൊ ഗ്യാസ് ഡിസോൾവ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഡിസോൾവ് ഇൻ ലിക്വിഡ്, സോളിഡ് ഡിസോൾവ് ഇൻ ലിക്വിഡ്, അങ്ങനെ 3 എണ്ണം. പിന്നെ സോളിഡ് സൊല്യൂഷൻ, അതായത് ഖരദ്രാവകങ്ങൾ, ഖരലായനികളും 3 എണ്ണം ഉണ്ട്. അവിടുത്തെ ലായകം എന്ന് പറയുന്നത് സോളിഡ് ആണ്, ലീനം എന്ന് പറയുന്നത് ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്, അങ്ങനെ 3 എണ്ണം. അങ്ങനെ ടോട്ടൽ നമുക്ക് 9 ലായനികൾ ഉണ്ട്. ഈ 9 ലായനികളുടെയും എക്സാമ്പിൾസ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം. ഇപ്പൊ നമുക്കറിയാം ഗ്യാസ് ഡിസോൾവ്സ് ഇൻ ഗ്യാസ്, ഗ്യാസും ഇപ്പൊ നമുക്ക് എയർ ഒരു മിക്സ്ചർ ആണ് അല്ലെ. എയർ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. അതുപോലെ തന്നെ എയർ എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് O2 ആൻഡ് CO2. ഇപ്പൊ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ പാർട്ടിക്കിൾ സൈസ് ഉണ്ട്. ആ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്. അതായത് നമുക്ക് പാർട്ടിക്കിൾസിനെ വേർതിരിച്ച് എക്സിസ്റ്റ് ലെസ് ദാൻ 1 നാനോമീറ്റർ. അപ്പൊ അതായത് പാർട്ടിക്കിൾസിനെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. കൊളോയിഡ്സിന്റെ കേസിൽ നമ്മൾ പാർട്ടിക്കിൾസിനെ വേർതിരിച്ച് കാണാൻ പറ്റുമായിരുന്നു. ഈ കേസിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. അപ്പൊ പാർട്ടിക്കിൾ സൈസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഹോമോജീനിയസ് ആയിരിക്കും. സൊല്യൂഷൻസിന്റെ ഹോമോജീനിയസ് ആയിരിക്കും സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി 2 കാര്യങ്ങൾ പറഞ്ഞു. ഹോമോജീനിയസ്, പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ നാനോമീറ്റർ, 1 നാനോമീറ്റർ ആയിരിക്കും. ഇനി എന്താ, അപ്പൊ നമുക്ക് എയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഗ്യാസ് ഇൻ ഗ്യാസ്, അതായത് ലീനം ഗ്യാസും ലായകം ഗ്യാസുമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് ഡിസോൾവ്ഡ് ഇൻ ഗ്യാസ്, വാട്ടർ വേപ്പർ ഇൻ എയർ. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളം തിളച്ചു വാട്ടർ വേപ്പർ ആവുകയാണ് അല്ലെ, അതായത് നീരാവി ആവുകയാണ്. അപ്പൊ നീരാവി എയറിലുള്ളതിനെ നമുക്ക് എങ്ങനെ പറയാം, ലിക്വിഡ് എന്ന് പറയുന്ന സൊല്യൂട്ട് ഗ്യാസിൽ ഡിസോൾവ് ആയിരിക്കുവാണ്, വാട്ടർ വേപ്പർ ഇൻ എയർ. അതുപോലെ തന്നെ ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രോജൻ ഗ്യാസ്, ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രോജൻ ഗ്യാസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ലിക്വിഡ് ഇൻ ഗ്യാസ്. ഇവിടെ ക്ലോറോഫോം എന്ന് പറയുന്നത് ലീനമാണ്, നൈട്രോജൻ ഗ്യാസ് എന്ന് പറയുന്നത് ലായകമാണ്. അതുപോലെ സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ഗ്യാസ്, ക്യാംഫർ ഇൻ നൈട്രോജൻ ഗ്യാസ്, നാഫ്തലിൻ ഇൻ എയർ. നമുക്കറിയാലോ കർപ്പൂരം കത്തിക്കുന്നത്, കർപ്പൂരം എന്ന് പറയുന്നത് സോളിഡ് സബ്സ്റ്റൻസ് ആണ്, അത് എയറിലേക്ക് പോവാണ്. അപ്പൊ സോളിഡ് ഇൻ ഗ്യാസ്, കർപ്പൂരം കത്തിക്കുന്നത്. പിന്നെ അതുപോലെ നാഫ്തലിൻ ബോൾസ്, നമ്മുടെ പാറ്റ ഗുളികൾ, അത് കുറെ കഴിയുമ്പോൾ സബ്ലൈം ചെയ്യും അല്ലെ, സബ്ലിമേഷൻ, അതും നമ്മുടെ ഗേഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഇനി അടുത്തതാണ് ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. അതായത് നമ്മുടെ ഡിസോൾഡ് ഓക്സിജൻ, അക്വാറ്റിക് സ്പീഷീസ് ഒക്കെ ബ്രീത്ത് ചെയ്യത്തില്ല, ഡിസോൾഡ് ഓക്സിജനും അതുപോലെ തന്നെ നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് സോഡയൊക്കെ, അതും രണ്ടും ഗ്യാസ് ഡിസോൾഡ് ഇൻ ലിക്വിഡിന് എക്സാമ്പിൾ ആണ്. Alcohol dissolved in water, dilute acids and alkalis are examples of liquid solution in liquid solution. Liquid അതായത് ലീനവും ലായകവും ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് ആൽക്കഹോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ഡൈലൂട്ട് ആസിഡ്, ഡൈലൂഷൻ ഓഫ് ആസിഡ്, ഡൈലൂഷൻ ഓഫ് ആൽക്കലീസ് എന്നൊക്കെ പറയാം. ഇനി സോളിഡ്സ് ലിക്വിഡ്സ് ആണെങ്കിൽ സോൾട്ട് ഇൻ വാട്ടർ, നമുക്കറിയാം ഉപ്പുവെള്ളം അല്ലെ, ഉപ്പ് ലായനി അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലായനി അല്ലെങ്കിൽ പഞ്ചസാര ലായനി, ഇതെല്ലാം എന്താ, പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ കിട്ടുന്ന സോൾട്ട്. ലീനം എന്ന് പറയുന്നത് സോളിഡും ലായകം എന്ന് പറയുന്നത് ലിക്വിഡും ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് സോളിഡ് സൊല്യൂഷൻ ഉണ്ട് 3 എണ്ണം. അതേതൊക്കെയാ, അലോയിസ് ഉണ്ട് അല്ലെ, നമ്മുടെ കോപ്പർ ഇൻ ഗോൾഡ്, കോപ്പറും ഗോൾഡും. സ്വർണ്ണത്തൊക്കെ എന്നാ വിലയല്ലേ, കോപ്പർ ഇൻ ഗോൾഡ്, ഗോൾഡ് എന്ന് പറയുമ്പോൾ AU ആണ്, AG അല്ല AU ആണ്. അപ്പൊ അതൊരു അലോയി ആണ്. അലോയി സോളിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾ ആണ്, അലോയി സോളിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ലിക്വിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾ ആണ് അമാൽഗം ഓഫ് മെർക്യൂറി. നമ്മുടെ മെറ്റാലിക് ലിക്വിഡ് മെറ്റൽ ആണ് മെർക്യൂറി അല്ലെ. അപ്പൊ ലിക്വിഡ് ഡിസോൾഡ് ഇൻ സോളിഡ് ആണ് അമാൽഗം ഓഫ് മെർക്യൂറി ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത്. പിന്നെ ഗ്യാസ് ഇൻ സോളിഡ് ആണ് ഹൈഡ്രജൻ ഇൻ പലേഡിയം, പ്ലാറ്റിനം, നിക്കൽ, നമ്മുടെ കാറ്റലിസ്റ്റ് അല്ലേ, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് 9 തരം ലായനികൾ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഹെൻറീസ് ലോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇപ്പൊ 9 തരം ലായനികളെ കുറിച്ച് പരിചയപ്പെട്ടു.
ഇനി നമുക്ക് സൊല്യൂഷൻസ്, അപ്പൊ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവം, സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നതാണ് ഡൈല്യൂട്ട് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അവിടെ സൊല്യൂട്ട് ഇപ്പൊ നമ്മളിപ്പോ എടുത്തേക്കുന്ന സൊല്യൂട്ടിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ലീനത്തിന്റെ എമൗണ്ട് വളരെ കുറവാണെങ്കിൽ നമുക്കതിന് ഡൈല്യൂട്ട് സൊല്യൂഷൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ അടുത്തത് പോകുന്നത് ഹെൻറീസ് ലോയിലേക്കാണ്. അപ്പൊ ഹെൻറീസ് ലോ എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിക്കുന്നത് ഗ്യാസ് ഡിസോൾവ് ഇൻ ലിക്വിഡ്, അതായത് ഇവിടുത്തെ ലീനം എന്ന് പറയുന്നത് ഗ്യാസും അതുപോലെ തന്നെ ഇവിടുത്തെ ലായകം എന്ന് പറയുന്നത് ലിക്വിഡുമാകുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഹെൻറീസ് ലോ ആക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ലീനം എന്ന് പറയുന്നത് ഗ്യാസും അതുപോലെ തന്നെ ലായകം എന്ന് പറയുന്നത് ലിക്വിഡുമാകുമ്പോൾ അവസ്ഥയിലാണ് നമ്മൾ ഹെൻറീസ് ലോ. സോ ഹെൻറീസ് ലോ എന്താണെന്ന് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം, എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. states that at a constant temperature constant ആയിരിക്കുന്ന സമയത്ത് the solubility of a gas in liquid, solubility which means എന്തുമാത്രം ലീനം ആ ലായകത്തിൽ ലയിക്കുന്നുണ്ട്, എന്തുമാത്രം ലീനം ലായകത്തിൽ ലയിക്കുന്നുണ്ട്, അതാണ് solubility, is directly proportional to the pressure of the gas. നമ്മൾ ഗ്യാസ് ആണല്ലോ ഇവിടെ എടുത്തേക്കുന്നത്, അപ്പൊ ഗ്യാസിന്റെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ത്? solubility. Solubility is directly proportional to pressure എന്നാണ് ഹെൻറീസ് ലോ പറയുന്നത്. solubility, പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? solubility കൂടും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതാണ്ടേ ഇവിടെ നമ്മൾക്ക് ഇപ്പോ സോഡ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണെങ്കിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും അല്ലെ? സോ മെനി ബബിൾസ് ആർ കമ്മിങ് ഔട്ട് ഓഫ് ദി സോഡ വാട്ടർ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ സോഡ വാട്ടറിനകത്ത് സോഡ എന്ന് പറയുന്ന കാർബൺ ഡയോക്സൈഡ് ഹൈ പ്രഷറിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് നിറച്ചു വെച്ചിരിക്കുവായിരുന്നു വെള്ളത്തിനകത്ത് അല്ലെ? So what exactly happening there is under high pressure this carbon dioxide gets dissolved in that water. അതായത് നമ്മുടെ വെള്ളത്തില് കാർബൺ ഡയോക്സൈഡിനെ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് ഹൈ പ്രഷറിലായിരുന്നു. നമ്മൾ ആ ക്യാനിന്റെ അല്ലെങ്കിൽ ആ കുപ്പിയുടെ അടപ്പ് തുറക്കുമ്പോഴേക്കും അതിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ദേ ആർ ഗെറ്റിംഗ് എസ്കേപ്ഡ്. അവരവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. അതാണ് ആ ബബിൾസ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് പ്രഷർ കൂട്ടുമ്പോൾ സോലിബിലിറ്റി കൂടും, പ്രഷർ കുറയുക. അടപ്പ് തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കുപ്പിക്കകത്തുള്ള പ്രഷർ കുറയുകയും അതിനകത്തുണ്ടായിരുന്ന ഗ്യാസിന്റെ സോലിബിലിറ്റി കുറയുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് ഓൾ ടുവേർഡ്സ് ഹെൻറീസ് ലോ. അത് ഹെൻറീസ് ലോയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഹെൻറീസ് ലോ ആണ്. ഹെൻറീസ് ലോ എന്താ പറയുന്നത്? pressure is the reason for the solubility, അല്ലെങ്കിൽ solubility is directly proportional to pressure എന്ന് പറയുന്ന ലോ ആണ് ഹെൻറീസ് ലോ. അതിന്റെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടും പറയുന്നുണ്ട്, the most commonly used form of Henry's law states that the partial pressure of a gas in vapor phase-ലുള്ള പാർഷ്യൽ, ഇപ്പൊ നമ്മൾ കാർബൺ ഡയോക്സൈഡ് പറയാം, കാർബൺ ഡയോക്സൈഡിന്റെ വേപ്പർ ഫേസിലുള്ള ഗ്യാസ്, അതായത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് അതിന്റെ വേപ്പർ ഫേസിലുള്ള ഗ്യാസ്, അതിന്റെ പാർഷ്യൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡിന്റെ മോൾ ഫ്രാക്ഷൻ, അതായത് കൈ ഓഫ് മോൾ ഫ്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എന്ന് എഴുതാം. കാർബൺ ഡയോക്സൈഡിന്റെ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ CO2 നമ്മൾ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് CO2 ഇവിടെ എഴുതിയത്. ഇവിടെ പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി കൺസ്റ്റന്റ് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? P ഈസ് ഈക്വൽ ടു KH. ഇവിടെ KH എന്ന് പറയുന്നത് ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ് ഇൻടു കൈ. അപ്പൊ ഈ ഒരു ലോ ആണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒന്നാമത്തെ എന്ന് പറയുന്നത് കാർബണേറ്റഡ് ഡ്രിങ്ക്സിന്റെ ഫോർമേഷൻ. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അറ്റ് ഹൈ പ്രഷറിൽ നമുക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഡ്രിങ്ക്സിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു അണ്ടർ ഹൈ പ്രഷറിൽ. പിന്നെ അതുപോലെ തന്നെ അനോക്സിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അനോക്സിയ അതായത് അൺഎബിൾ ടു തിങ്ക് ക്ലിയർ, നല്ല പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ. അതായത് അണ്ടർ ഹൈ പ്രഷർ കൂടും. നമ്മൾ ശരിക്കും ഈ അനോക്സിയ മൗണ്ടനിയേഴ്സ്, അതായത് നമ്മുടെ മൗണ്ടനിയേഴ്സിനാണ് ശരിക്കും ഈ അനോക്സിയ എന്ന് പറയുന്ന അവസ്ഥ വരുന്നത്. അതായത് അവർക്ക് കുറെ ആൾട്ടിറ്റ്യൂഡ് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കുറയുന്നു. ആ ഒരു അവസ്ഥയ്ക്കാണ് അനോക്സിയ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന വേറൊരു സ്ഥലമാണ് നമുക്ക് ഡൈവേഴ്സ് ഇല്ലേ, ഡൈവേഴ്സിന് ബെൻഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതും കണ്ടീഷനാണ്. ബെൻഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് അവര് മുങ്ങി ആഴങ്ങളിലേക്ക് പോകുമ്പോഴേക്കും
അവിടെ നമ്മുടെ നൈട്രജൻ ഗ്യാസ് പെട്ടെന്ന് ബ്ലഡിലേക്ക് ഡിസോൾവ് ആവാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരികയും അങ്ങനെ നമുക്ക് മസിൽസിന് വീക്ക്നെസ് ഒക്കെ വരികയും നീന്താൻ പറ്റാതായി പോവുകയും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ബെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരാ കൊണ്ടുപോകുന്ന ഓക്സിജൻ മാസ്ക് ഇല്ലേ, അവരൊരു ടാങ്ക് കൊണ്ടുപോകല്ലോ, ഓക്സിജൻ ടാങ്ക് കൊണ്ടുവരുമല്ലോ, അതിനകത്ത് ഹീലിയവും നൈട്രജനും ഓക്സിജനും കൂടെ ഉള്ള ഒരു മിക്സ്ചർ ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഹെൻറീസ് ലോയിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഏതൊക്കെയാ? അനോക്സിയ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ കേസിൽ വരുന്നതാണ് അനോക്സിയ. പിന്നെ അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സിന്റെ കാര്യം പറഞ്ഞു നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ഡൈവേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം കണ്ടീഷനാണ് ബെൻഡ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദാറ്റ് ദ ഓക്സിജൻ ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് ഹീലിയം ആൻഡ് nitrogen, a mixture of helium, nitrogen and oxygen they are carrying in the oxygen tank. അപ്പോൾ നമ്മൾ ഹെൻറീസ് ലോയിൽ എന്താ പഠിച്ചത്? ഹെൻറീസ് ലോ states that at constant temperature solubility of a gas in liquid is directly proportional to pressure of the gas. Solubility is directly proportional to pressure. അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? Partial pressure of a gas in vapor phase is proportional to the mole fraction. Partial pressure is proportional to the mole fraction of gas എന്നാണ് ഹെൻറീസ് ലോ പഠിച്ചത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്തതിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗൾസ് ലോ എന്ന് പറയുന്നത് ഹെൻറീസ് ലോയിന്റെ മറ്റൊരു കണ്ടീഷൻ ആണ്. റൗൾസ് ലോ എന്ന് പറയുന്നത് അതായത് ഹെൻറീസ് ലോന്റെ വേറൊരു വേരിയേഷൻ ആണ് ഈ റൗൾസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് റൗൾസ് ലോ എന്ന് നോക്കാം. അപ്പൊ റൗൾസ് ലോയിൽ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ it states that അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. റൗൾസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് states that for a solution of volatile liquids, അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, വോളറ്റൈൽ ലിക്വിഡ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ട് എന്താവുന്നു? നീരാവിയാവുന്നു. അതാണ്ട് നമുക്ക് ഇവിടെ ഒരു ഫിഗർ കണ്ടു നോക്കാം. ആ ഒരു എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ ഒരു മിനിറ്റ് ഇതാണ്ടേ, ഇവിടെ നോക്കിക്കേ, ഈ വെള്ളം തിളയ്ക്കുവാണ്. വെള്ളം നമ്മൾ ഒരു കെറ്റിലിൽ നമ്മൾ ബോയിൽ ചെയ്യുമല്ലോ വെള്ളം. അപ്പൊ അവിടെ നമ്മൾ ആ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിംഗ് കൂടെ വേപ്പർ ആയിട്ട് മാറുന്നുണ്ട്. സോ വിച്ച് മീൻസ് വാട്ടർ എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ ലിക്വിഡ് ആണ്. ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പം ആ വാട്ടർ വേപ്പർ എന്ന് പറയുന്ന ഒരു ഫേസിലേക്ക് മാറുന്നുണ്ട്. സോ അത് വോളറ്റൈലാണ്. അതുപോലെ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള വേറെ നമ്മളുടെ കോമൺ ലൈഫിൽ കാണപ്പെടുന്ന എക്സാമ്പിൾസ് നമുക്കറിയാം. നെയിൽ പോളിഷ് റിമൂവർ അങ്ങോട്ട് തുറന്നു വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നെയിൽ പോളിഷ് റിമൂവർ എങ്ങോട്ട് പോയെന്ന് കാണാൻ പറ്റത്തില്ല അല്ലെ. അതെ, നെയിൽ പോളിഷ് റിമൂവർ പെട്ടെന്ന് തന്നെ പോകും. സോ അതും ഹൈലി വോളറ്റൈലാണ്. ഞാൻ കോമൺ ലൈഫിൽ ഉണ്ടായിരുന്ന വേറൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ സ്പിരിറ്റ്, പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾ തുടങ്ങിയ സംഭവങ്ങളൊക്കെ അതായത് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. ദേ ആർ ഹൈലി വോളറ്റൈൽ ഇൻ നേച്ചർ. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻസ് says that for a solutions of volatile liquids partial pressure, അങ്ങനെയുള്ള ലിക്വിഡ്സിന്റെ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഓഫ് ദി സൊല്യൂഷൻ. അപ്പൊ അതായത് നമുക്കിപ്പോ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ആൽക്കഹോളും വാട്ടറും കൂടെ എടുത്ത ഒരു മിക്സർ ആണെന്ന് വിചാരിക്കുക. ആൽക്കഹോളും വാട്ടറും കൂടെ എടുത്ത മിക്സർ. അപ്പൊ ഈ ആൽക്കഹോളും വാട്ടറും കൂടെ ഉള്ള ഈ ഒരു സൊല്യൂഷൻ, അപ്പൊ ബോത്ത് ആർ വോളറ്റൈൽ. വെള്ളവും നമുക്ക് നീരാവിയായിട്ട് പോകും, അതുപോലെ തന്നെ ആൽക്കഹോളും ഹൈലി വേപ്പർ ആയിട്ട് പോകും. അപ്പൊ ഈ രണ്ടുപേരും ഉള്ളത് പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ്. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് ആൽക്കഹോൾ, നമുക്കിപ്പോ പാർഷ്യൽ പ്രഷർ ഓഫ് ആൽക്കഹോളിന്റെ പി എന്ന് എഴുതാം. പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടറിനെ PW എന്ന് എഴുതാം. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഓഫ് ദി സൊല്യൂഷൻ, ആ സൊല്യൂഷനകത്തുള്ള ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ, അതിന്റെ തന്നെ മോൾ ഫ്രാക്ഷൻ. സോ PA is directly proportional to chi and PW is directly proportional to chi W എന്ന് പറയുന്ന ലോ ആണ് റൗൾസ് ലോ. അപ്പൊ റൗൾസ് ലോ എന്താണ് ഒന്നുകൂടെ പറയാം. റൗൾസ് ലോ എന്താണ്? states that for a solution of volatile liquids, the partial pressure of each component is directly proportional to the mole fraction of that component present in the solution. A partial pressure of each component is directly proportional to mole fraction. ഇതാണ് റൗൾസ് ലോ. സെയിം അല്ലേ? നമ്മുടെ ഹെൻറീസ് ലോ എന്തായിരുന്നു? പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലിബിലിറ്റി, അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നാണ് പഠിച്ചത്. ഇപ്പൊ ഇവിടെ റൗൾസ് ലോ വരുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്യുവാണ്. നമ്മൾ വോളറ്റൈൽ ലിക്വിഡ്സിന്റെ കേസാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ വോളറ്റൈൽ ലിക്വിഡിലും ആ സൊല്യൂഷനകത്തുള്ള ഓരോ വോളറ്റൈൽ ലിക്വിഡിന്റെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷൻ, അതായത് ആ ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് റൗൾസ് ലോ എന്ന് പറയുന്ന ലോ പറയുന്നത്. ക്ലിയർ ആണോ?
അതെ, ഇപ്പൊ റൗൾസ് ലോ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഇവിടെ ഒരു ബീക്കർ ഉണ്ട്, ബീക്കറിനകത്ത് ആൽക്കഹോളും വാട്ടറും ഉണ്ട്. അപ്പൊ ആൽക്കഹോളിന് വോളറ്റൈൽ ആണ്, ഈസിലി വോളറ്റൈൽ ആവുന്ന ഒരു ലിക്വിഡ് സൊല്യൂഷൻ ആണ് ആൽക്കഹോൾ, മറ്റൊരു സൊല്യൂഷൻ ആണ് വാട്ടർ. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ആൽക്കഹോൾ എന്ന് പറയുന്ന കമ്പോണന്റും വാട്ടർ എന്ന് പറയുന്ന കമ്പോണന്റും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആൽക്കഹോളിന്റെ പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഖൈയെ. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് component of the solution is directly proportional to mole fraction. Chi and water and partial pressure directly proportional to mole fraction of water. അതായത് അതിന്റെ സോല്യൂബിലിറ്റിയുടെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഹെൻറീസ് ലോന്റെ മറ്റൊരു കേസ് തന്നെയാണ് റോൾസ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി റോൾസ് ലോയിനെ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, ആ ഏത് കോൺസെൻട്രേഷനിലാണോ ആ കോൺസെൻട്രേഷനിൽ മൊത്തം ഈ റോൾസ് ലോനെ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി റോൾസ് ലോനെ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾസ് ലോനെ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ്. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾസ് ലോനെ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ. വിൽ നോട്ട് ഒബേ റോൾസ് ലോ, will not obey Rolle's law, അല്ലെങ്കിൽ it doesn't obey Rolle's law, will not obey and will not obey it will not obey Rolle's law. അതന്നെ RAOULT Rolle's law. അപ്പൊ നമുക്ക് എന്ത് പറയാം? Rolle's law എന്നാണ് ആക്ച്വലി പറയുന്നത് PA is directly proportional to chi A, അല്ലെങ്കിൽ we can write it as PA is equal to P naught A into chi A. ഇവിടെ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് എന്ന് നമ്മൾ കൊടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന PW വാട്ടർ ആണെങ്കിൽ PW is directly proportional to chi W. Therefore PW is equal to P naught W into chi W. അല്ലെ? അതാണ് നമ്മളുടെ സംഗതി എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന ഇതിന്റെ കോമൺ നൊട്ടേഷൻ എന്ന് പറയാം. നമ്മൾ എടുക്കുന്ന സോൾവെന്റ് എന്ന് പറയുന്നത്, അതായത് ലായകത്തിനെ നമ്മൾ എ എന്ന് പറയുന്ന ടേം ലെറ്റർ കൊണ്ടും സൊല്യൂട്ട് ലീനത്തിനെ നമ്മൾ ബി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് PA എന്ന് പറയുമ്പം ഇവിടെ സോൾവെന്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. PA ഈസ് ഈക്വൽ ടു P നോട്ട് A chi A ആൻഡ് PB എന്ന് പറയുമ്പം എന്താണ്? സൊല്യൂട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ലീനത്തിനെയാണ് PB ഈസ് ഈക്വൽ ടു P നോട്ട് B chi B എന്നാണ് നമ്മൾ ഈ പറയുന്ന ഇക്വേഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതലുള്ളതിനെ എ എന്നും കുറവുള്ളതിനെ ബി എന്നും കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ, അതായത് റോൾസ് ലോനെ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ റോൾസ് ലോനെ ഒബേ ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ, ആ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷനിൽ മൊത്തം നമ്മൾ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. അങ്ങനെ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അവർ കാണിക്കുന്ന ഗ്രാഫ് ആണിത്. ഇതാണ് നമ്മുടെ നോക്കണേ ഗ്രാഫ്. ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ, ഈ ഗ്രാഫ് ഇങ്ങനെ വരും. ഗ്രാഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നു. എനിവേ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ നമുക്ക് P naught A എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് ഓഫ് ദി സോൾവെന്റിന്റെ പ്യുവർ പാർഷ്യൽ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ്, അതായത് P naught എന്ന് പറയുന്നത്. അതായത് മിക്സ് ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് കമ്പോണന്റ് എടുത്ത് തന്നിരിക്കുവാണ്. ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ആൽക്കഹോളും ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറും തന്നിരിക്കുവാണ്. അപ്പൊ ഞാനൊന്നും മിക്സ് ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്തുള്ള പ്രഷറാണ് പ്യുവർ കമ്പോണന്റിന്റെ പ്രഷർ എന്ന് പറയുന്നത് P naught A. അങ്ങനെയാണെങ്കിൽ P naught B എന്ന് പറയുന്നത് എന്താ? വെള്ളത്തിന്റെ പ്രഷർ ആയിരിക്കും അല്ലെ? പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ ആണ് നമ്മുടെ P naught B എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടും. ആ ടോട്ടൽ പ്രഷർ ആണ് PA plus PB. അതായത് PA ആണ്, അവിടെ P naught ഇല്ല. കാരണം അവിടെ നമ്മൾ മിക്സ് ചെയ്തു, അവിടെ പ്യുവർ കമ്പോണന്റ് ഇല്ല. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആൽക്കഹോൾ പ്ലസ് വാട്ടർ ആയിട്ട് മാറി. അപ്പൊ P total എന്ന് പറയുന്നത് PA plus PB. ഇനി ഇത് നോക്കിക്കേ, ഇവിടെ നമുക്ക് XA എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞ സോൾവെന്റ് മാത്രമേ ഉള്ള സമയത്തെ മോൾ ഫ്രാക്ഷൻ ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ആ ഒരു പർട്ടിക്കുലർ പോയിന്റ്. ആ പോയിന്റിലുള്ള പ്രഷർ ആണ് P naught A എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റിലുള്ള. അതുപോലെ തന്നെ ഇവിടെ XB ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ സൊല്യൂട്ട് B, അതായത് നമ്മുടെ ഇവിടെ സൊല്യൂട്ട് ഏതാണോ? ആൽക്കഹോൾ ആയിരിക്കും. ആൽക്കഹോൾ ആണല്ലോ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, എനിവേ തിരിച്ചാണേലും മറിച്ചാണേലും ആ മറ്റേ കമ്പോണന്റ് chi B ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ മിക്സ് ചെയ്യുന്നതിന് മുമ്പ്.
അപ്പോൾ ഉള്ള പ്രഷറാണ് പി നോട്ട് ബി എന്ന് പറയുന്നത്. ഇത് രണ്ടും മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടും. ദാറ്റ് ഈസ് പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. ഇനി ആ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ കൈ എ എന്ന് പറയുന്നത് കുറഞ്ഞ് കൈ ബി കൂടി നമുക്ക് പി ബി ഈസ് ഈക്വൽ ടു പി നോട്ട് ബി കൈ ബി എന്ന് പറയുന്ന റോൾസ് ലോനെ ഒബേ ചെയ്യുന്ന ഇക്വേഷനും ഇതുപോലെ തന്നെ ഈ കൈ ബി ഇങ്ങനെ കുറഞ്ഞ് കൈ എയിലേക്ക് എത്തുന്നു. അതായത് പി എ ഈക്വൽ ടു പി നോട്ട് എ കൈ എ എന്ന് പറയുന്ന നമ്മുടെ റോൾസ് ലോനെ ഒബേ ചെയ്യുന്ന ഇക്വേഷനും കിട്ടും. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് വേപ്പർ പ്രഷർ വൈ ആക്സിസിലും മോൾ ഫ്രാക്ഷൻ എക്സ് ആക്സിസിലും എടുത്തിട്ടാണ് ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഈ ഗ്രാഫ് എന്ന് പറയുന്ന ഐഡിയൽ സൊല്യൂഷൻ മാത്രം കാണിക്കുന്ന ഗ്രാഫാണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഒബേ റോൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷന്റെ മൊത്തം, അതായത് ആ കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യുന്ന ആ ഒരു കോൺസെൻട്രേഷൻ മൊത്തം അവർ റോൾസ് ലോനെ ഒബേ ചെയ്യുന്ന ആൾക്കാരാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു 2-3 എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഐഡിയൽ സൊല്യൂഷന്റെ നമുക്കിപ്പം ഒരേ ആൾക്കാർ ഹെക്സെയിൻ പ്ലസ് ഹെപ്റ്റെയിൻ. ഓക്കെ, ഹെക്സെയിൻ എന്താണ്? 6 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ ആണ് ഹെക്സെയിൻ. 7 കാർബൺ ആറ്റമുള്ള ആൽക്കെയിൻ ആണ് ഹെപ്റ്റെയിൻ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. ആൽക്കഹോൾ വാട്ടർ ഒരിക്കലും ഐഡിയൽ സൊല്യൂഷൻ അല്ല. ആൽക്കഹോൾ വാട്ടർ എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, അവർ എൻറ്റയർ റേഞ്ചിൽ ഈ പറയുന്ന റോൾസ് ലോനെ ഒബേ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് റോൾസ് ലോനെ ഒബേ ചെയ്യുന്ന ആൾക്കാർ ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ ഹെക്സെയിൻ, ഹെപ്റ്റെയിൻ, ബെൻസീൻ, ടോളുവീൻ, ഇതൊക്കെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് പറയാം. ബെൻസീൻ, ടോളുവീൻ ഇതൊക്കെ ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? അടുത്തതായിട്ട് നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പം അവിടെ നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് 2 തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ ഇപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് ഇവിടെ 2 ഗ്രാഫ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഒന്നാമത്തേത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫും രണ്ടാമത്തേത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫും. അതായത് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റോൾസ് ലോനെ ഒബേ ചെയ്യാത്ത ആൾക്കാരെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് ഇവിടെ നിന്ന് തന്നെ എഴുതാം. പി എ ഈസ് നോട്ട് ഈക്വൽ ടു പി നോട്ട് എ ഖൈ എ. അതുപോലെ തന്നെ പി ബി ഈസ് നോട്ട് ഈക്വൽ ടു പി നോട്ട് ബി ഖൈ ബി ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. ഇത് ഒബേ ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് ഒബേയിങ് ദ റോൾസ് ലോ. അപ്പൊ ഈ കേസിലാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫും തരുന്നുണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ തരുന്ന ഒരു ഗ്രാഫും കാണിക്കുന്നുണ്ട്. ഇനി എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ, എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഇപ്പൊ നമുക്ക് ഈ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളുണ്ട്, അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു കോണിക്കൽ ഫ്ലാസ്കിനും ഇവിടെ കളർ ഉണ്ട്, അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇത് വോളറ്റൈലാണ്, അതായത് റിയാക്ഷൻ നടന്നിട്ട് എന്തോ സംഭവം നമ്മുടെ പുക പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലുള്ള ഏതോ ഒരു ലിക്വിഡ് ഇവർ ഇങ്ങോട്ട് ആഡ് ചെയ്യുവാണ്, ഈ ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുവാണ്. അറ്റ് ദ ടൈം ആ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുന്ന ആ സമയത്ത് നോക്കിക്കേ, അവിടെ ഉണ്ടാവുന്ന ജനറേറ്റ് ചെയ്യുന്ന ആ ഫ്യൂംസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് കൂടുകയാണ്. അതായത് ആ ഒരു സൊല്യൂഷൻ അല്ല, ആ ഒരു കമ്പോണന്റ്, അത് എന്തും ആയിക്കോട്ടെ, ആ ഒരു കമ്പോണന്റ് നമ്മൾ ഈ ഒരു കമ്പോണന്റുമായിട്ട് മിക്സ് ചെയ്തപ്പോഴേക്കും അവിടുത്തെ പ്രഷർ കൂടുകയാണ്. പ്രഷർ കൂടുക മീൻസ് വേപ്പർ പ്രഷർ കൂടുകയാണ്. കണ്ട, ആ വേപ്പർ പ്രഷർ കൂടിയിട്ടാണ് അവർ ആ ഒരു വേപ്പേഴ്സിന്റെ ആ തള്ളല്, അത് നമ്മൾ അടച്ചു വെച്ചിട്ടില്ല. അടച്ചു വെച്ചിരുന്നെങ്കിൽ അതിനകത്ത് പ്രഷർ കൂടിയേനെ. അടച്ചു വെക്കാത്തത് കൊണ്ടാണ് അത് പുറത്തേക്ക് പോകുന്നത്. ആ തള്ളല് കൂടുകയാണ്. വിച്ച് മീൻസ് വേപ്പർ പ്രഷർ കൂടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ, കണ്ടോ, വേപ്പർ പ്രഷർ കൂടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്കത് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? ഇതാണ് നമ്മുടെ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ്. ആ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫിൽ നിന്ന് വേപ്പർ പ്രഷർ കൂടുതലായതുകൊണ്ട് നമുക്കത് പോസിറ്റീവ് കർവ് വരും. അതായത് ഒരു പാരബോളിക് കർവ് വരും, അതായത് പോസിറ്റീവ് പാരബോളിക് കർവ് വരും. കണ്ടോ, അതാണ് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓരോ കേസിലും ആൽക്കഹോളിന്റെ കേസിലാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് ആൽക്കഹോൾ വാട്ടർ മിക്സർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷനാണ്. അത് തന്നെ സൊല്യൂഷനാണ്. അതായത് വെള്ളം നമ്മളൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ വേപ്പർ പ്രഷർ കൂടും. അതുപോലെ തന്നെ ആൽക്കഹോൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിന്റെ മുകളിലേക്കും ഉണ്ട്. നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം കേട്ടോ. ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചാൽ പ്രഷർ കാണിക്കാൻ പറ്റുള്ളൂ. ആൽക്കഹോളിന്റെ പ്രഷറും അതിന്റെ മേലെ കൂടും. സോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ മിക്സർ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം, ആൽക്കഹോളിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമുക്ക് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. ഇനി വാട്ടറിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. അതായത് വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ബി, ആൽക്കഹോൾ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എ. പക്ഷെ ഇവിടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമല്ലോ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷനെക്കാട്ടിലും കുറവായിരിക്കും നമ്മുടെ
എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം പുകയും അങ്ങോട്ട് വരുമല്ലേ, വിച്ച് മീൻസ് അതിന്റെ വെപ്പർ പ്രഷർ കൂടുവാണ്. അപ്പൊ എ എന്ന് പറയുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ബി ബി എന്ന് പറയുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെക്കാട്ടും കുറവായിരിക്കും എയും ബിയും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പോസിറ്റീവ് ഡീവിയേഷൻ. കിട്ടിയോ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി കമ്പോണന്റ് മോളിക്യൂൾസ് എ എ ആൻഡ് ദ കമ്പോണന്റ് മോളിക്യൂൾസ് ബി ബി ഇസ് ഗ്രേറ്റർ ദാൻ എ ബി. രണ്ടും കൂടെ കമ്പയർ നമ്മൾ സൊല്യൂട്ട് രണ്ട് കമ്പോണന്റും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? വെപ്പർ പ്രഷർ കൂടും. അപ്പൊ നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ എന്ത് സംഭവിക്കുന്നത്? പി നോട്ട് എ പി എ, അതായത് പ്രഷർ ഓഫ് ദി കമ്പോണന്റ് എ. അപ്പൊ നമ്മളിപ്പോ നോൺ ഐഡിയൽ സൊല്യൂഷനിലാണുള്ളത്. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷനിൽ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ലാസ്റ്റത്തെ പോയിന്റ് ആയിരുന്നു പറഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നത്, അതായത് പി എ ഈസ് ഗ്രേറ്റർ ദാൻ പി നോട്ട് എ ഖൈ എ. അതുപോലെ തന്നെ പി ബി ഈസ് ഗ്രേറ്റർ ദാൻ പി നോട്ട് ബി ഖൈ ബി. കാരണം എന്താ? നമ്മുടെ വേപ്പർ പ്രഷർ ഇവിടെ മുകളിലേക്കാണ്. അപ്പൊ ഈക്വൽ ടു എന്നുള്ളത് ഗ്രേറ്റർ ദാൻ സൈൻ ഇട്ടാണ് മതി. ഓക്കെ, ഇനി നമ്മൾ നെഗറ്റീവ് ഡീവിയേഷനാണ് ഇപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷനിൽ നെഗറ്റീവ് ഡീവിയേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്ലോറോഫോം CHCl3 പ്ലസ് അസറ്റോണിന്റെ മിക്സർ എടുക്കാം. ഓക്കെ, CHCl3 അസറ്റോണിന്റെ മിക്സർ എടുക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം CHCl3. അപ്പോ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, 3 ക്ലോറിൻ ആറ്റംസും ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് എന്താ അസറ്റോണിനകത്ത് C ഡബിൾ ബോണ്ട് O CH3 ആണുള്ളത്. അവിടുത്തെ ഓക്സിജനും മറ്റടുത്ത ഹൈഡ്രജനും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സ്ട്രോങ് ബോണ്ട് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ടാവും. അതായത് ഇതിപ്പോ എ മോളിക്യൂൾസും ഇത് ബി മോളിക്യൂൾസും ആണെങ്കിൽ ഇവിടെ എ ബി മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടുതലായിരിക്കും. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ബി വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് എ ബി ഇന്ററാക്ഷൻ. അത് എ ബി ഇന്ററാക്ഷൻ ആയിരിക്കും കൂടുതൽ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇന്ററാക്ഷൻ എ ബി ഇന്ററാക്ഷൻ ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അതിന്റെ രണ്ടിന്റെയും വേപ്പർ പ്രഷർ ഉണ്ടാവുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും വരുന്നത്. അതായത് പോസിറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതായത് റെഫറൻസിൽ നിന്നും നമ്മുടെ വേപ്പർ പ്രഷർ വളരെ കുറവായിരിക്കും, കാരണം എ ബി ഇന്ററാക്ഷൻ കൂടുതലാണ്. ഇവിടെ എ ബി ഇന്ററാക്ഷൻ കൂടുതലാവാനുള്ള കാരണം എന്താ? ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എ ബി ഇന്ററാക്ഷൻ ഇവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണുന്നത്. അപ്പൊ ആ സമയത്ത് എന്തൊക്കെയായിരിക്കും? പി എ ഈസ് ലെസ് ദാൻ പി നോട്ട് എ ഖൈ എ ആയിരിക്കും. അതുപോലെ തന്നെ പി ബി ഈസ് ലെസ് ദാൻ പി നോട്ട് ബി ഖൈ ബി ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ എന്തായിരിക്കും? ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. എല്ലാം നെഗറ്റീവ് ആയിരിക്കും. എല്ലാം നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരും. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ടാബുലർ കോളത്തിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും മൊത്തം പഠിച്ചു. ഇനി അതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റി തിരിച്ചു എഴുതാം എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഫോർ ദ കേസ് ഇവിടെ നമുക്ക് എങ്ങനെ വരും? ഇവിടെ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ FA ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓരോ കമ്പോണന്റിന്റെയും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് കംപ്ലീറ്റ്ലി ഒബേസ് റോൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ PA ഈസ് ഇക്വൽ ടു പി നോട്ട് എ ഖൈ എ, PB ഈസ് ഇക്വൽ ടു പി നോട്ട് ബി ഖൈ ബി ആയിരിക്കും. ഡെൽറ്റ എച്ച് മിക്സ് 0 ആയിരിക്കും, ഡെൽറ്റ വി മിക്സ് 0 ആയിരിക്കും. അതേസമയം പോസിറ്റീവ് ഡീവിയേഷൻ വരുമ്പോൾ ഈ പറയുന്ന എല്ലാം ഈക്വൽ ടു 0 എന്നുള്ളതെല്ലാം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. PA ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ല PA ഈസ് ഗ്രേറ്റർ ദാൻ പി നോട്ട് എ ഖൈ എ, PB is greater than P naught B ഖൈ ബി. അതുപോലെ തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടു കമ്പോണൻസ് വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു ദി കമ്പോണന്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് ഡീവിയേഷൻ വരുമ്പോൾ നേരെ എല്ലാം തിരിയും, എല്ലാം നെഗറ്റീവ് വാല്യൂ കാണിക്കും. സോ ഇതാണ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ നമ്മളിപ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. അപ്പൊ ആ റോൾസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. റോൾസ് ലോ ഒബേ ചെയ്യാത്ത ആളെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 തരത്തിലുണ്ട്. പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും എല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്നാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നോക്കാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് പ്രോപ്പർട്ടീസ് which depend on the number of solute particlesനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. they will depend on the number of solute particles
ബട്ട് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദിയർ നേച്ചർ. അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്പർ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ലീനത്തിൻ്റെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ലീനത്തിൻ്റെ നേച്ചറിനെ അല്ലെങ്കിൽ സ്വഭാവത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുമായിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കൊളിഗേറ്റീവ് ഗുണധർമ്മങ്ങൾ എന്ന് പറയുന്നത്, കൊളിഗേറ്റീവ് ഗുണധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഒന്നാമത്തേത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെൻറ്റ്. അതായത് ബാഷ്പമർദ്ദത്തിൻ്റെ ആപേക്ഷികമായ കുറയ്ക്കൽ, അതാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തേത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെൻറ്റ് അല്ലെങ്കിൽ തിളനിലയുടെ ഉയർത്തൽ. മൂന്നാമത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖരാംഗത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഖരാംഗത്തിന്റെ ഡിപ്രഷൻ, അതായത് ഖരാംഗത്തിന്റെ താഴ്ത്തൽ. അടുത്തത് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് വെച്ചാൽ വ്യതിവ്യാപന മർദ്ദം. അപ്പോൾ ഇത് നാലുമാണ് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതായത് ബാഷ്പമർദ്ദത്തിന്റെ ആപേക്ഷികമായ കുറയ്ക്കൽ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, അതായത് തിളനിലയുടെ ഉയർത്തൽ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, അതായത് ഖരാംഗത്തിന്റെ താഴ്ത്തൽ, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യതിവ്യാപന മർദ്ദം. ഈ നാലെണ്ണമാണ് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ അടുത്ത ഫിഗർ നോക്കിക്കോ. ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്, ഇവിടെ നമ്മളൊരു യൂട്ടൻസിൽ, ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇത് തിളപ്പിക്കുവാണല്ലോ. അപ്പോൾ തിളപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ആവി പൊങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആവിയുടെ പൊങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നീരാവി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവാപ്പറേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ, ഇതിപ്പോൾ ഓൾറെഡി വെള്ളം തിളച്ചിരിക്കുന്ന അവസ്ഥയാണ്, ഇതിലേക്ക് അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് പറയാം വെള്ളം എന്ന് പറയുന്ന ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. വിച്ച് മീൻസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്, വെള്ളം എന്ന് പറയുമ്പം അതായത് നമുക്ക് ബാഷ്പശീലമുള്ള ഒരു ലായകമാണ് വെള്ളം എന്ന് പറയുന്നത്. ഈ ബാഷ്പശീലമുള്ള ഈ ലായകത്തിലേക്ക് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാഷ്പശീലം ഇല്ലാത്ത ഒരു ലീനം ആഡ് ചെയ്യാൻ പോവാണ്. അതായത് ബാഷ്പശീലമുള്ള ലായകം എന്ന് പറയുമ്പോൾ ബാഷ്പശീലമുള്ളതെന്ന് പറയുമ്പോൾ വോളറ്റൈൽ സോൾവെന്റിലേക്ക് നമ്മൾ ഈ വോളറ്റൈൽ സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പോവാ. ഓക്കെ, കണ്ടീഷൻ മനസ്സിലായോ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പോകും. അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്, അതായത് ഓൾറെഡി ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വിച്ച് മീൻസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്, വെള്ളം ഓൾറെഡി തിളയ്ക്കുവാണ്. അതായത് വോളറ്റൈൽ സോൾവെന്റ്, അവിടെ വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വോളറ്റൈൽ സോൾവെന്റ് അല്ലെങ്കിൽ ബാഷ്പശീലമുള്ള ഒരു ലായകമാണ് നമ്മുടെ വെള്ളം. അതിലേക്ക് ബാഷ്പശീലം ഇല്ലാത്ത ഒരു ലീനം ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന ബാഷ്പമർദ്ദം കുറയും. അപ്പൊ ഈ ബാഷ്പമർദ്ദം കുറയുന്നത് മൂലമാണ് നമുക്ക് ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കിട്ടിയത്. അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ലെങ്കിൽ ബാഷ്പമർദ്ദത്തിന്റെ ആപേക്ഷികമായ കുറവ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ബാഷ്പ സ്വഭാവം ഇല്ലാത്ത അല്ലെങ്കിൽ ബാഷ്പശീലം ഇല്ലാത്ത ഒരു ലീനം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ഈ പറയുന്ന ആവി കുറയും അല്ലെ. അതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, വേപ്പർ പ്രഷറിന്റെ ലോവറിംഗ്. ഇനി രണ്ടാമത് എന്താ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനിലയുടെ ഉയർത്തൽ. ഞാൻ ബാഷ്പശീലം ഇല്ലാത്ത ഒരു സൊല്യൂട്ടാണ്, ലീനമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ എന്ത് സംഭവിക്കും, വീണ്ടും ഞാൻ ഹീറ്റ് കൊടുത്താൽ മാത്രമേ അത് തിളച്ച് അതിനെ വീണ്ടും വാട്ടർ വേപ്പർ ആയിട്ട് കൺവേർട്ട് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുവാണ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ ഇവാപ്പറേറ്റ് ചെയ്യേണ്ട സാധനമാണ് ഇപ്പം 110 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് അത് കൂടുന്നത്. ഓക്കെ, 110. അതായത് നോൺ വോൾട്ടേജ് സൊല്യൂട്ട് അല്ലെങ്കിൽ ബാഷ്പശീലം ഇല്ലാത്ത ഒരു ലീനം ആഡ് ചെയ്യുന്നത് മൂലം എന്ത് സംഭവിക്കും, എനിക്ക് ബോയിലിംഗ് പോയിന്റിൽ എലിവേഷൻ സംഭവിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ തിളനിലയ്ക്ക് ഉയർത്തൽ സംഭവിക്കും, തിളനിലയുടെ ഉയർത്തൽ. രണ്ടാമത്തെ കേസ് കിട്ടിയോ? ഇനി ഞാൻ ബാഷ്പശീലം ഇല്ലാത്ത ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, അതായത് ബാഷ്പശീലം ഇല്ലാത്ത ഒരു ലീനം ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ഫ്രീസിംഗ് പോയിന്റിന് എന്ത് സംഭവിക്കും,
ഫ്രീസിംഗ് പോയിന്റിൽ ഡിപ്രഷൻ സംഭവിക്കും. അതായത് എനിക്ക് 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്യേണ്ടതായിരുന്നു വെള്ളമെങ്കിൽ ഇപ്പൊ 0 ഡിഗ്രി സെൽഷ്യസിന് പകരം -4 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഡിപ്രഷൻ നടക്കുവാണ്, ഡിപ്രസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഖരാങ്കത്തിന്റെ താഴ്ത്തൽ സംഭവിക്കുന്നു. അതാണ് മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. റീസൺ എന്താണ്? ബാഷ്പശീലമില്ലാത്ത ഒരു ലീനം ബാഷ്പശീലമുള്ള ഒരു ലായകത്തിലേക്ക് ആഡ് ചെയ്യുന്നത് തന്നെയാണ് റീസൺ. അടുത്തത് വീണ്ടും നമ്മുടെ നാലാമത്തത് വരുവാണ്, അതായത് വ്യതിവ്യാപന മർദ്ദം എന്ന് പറയുന്നത്. അതും ഇത് തന്നെയാണ് കാരണം. ഓക്കെ, അപ്പൊ എല്ലാത്തിനും റീസൺ ആയതാണ് വോളറ്റൈൽ സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതായത് ബാഷ്പമർദ്ദത്തിന്റെ ആപേക്ഷികമായ കുറയ്ക്കൽ, വേപ്പർ പ്രഷർ കുറയുന്നു, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തേത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനിലയുടെ ഉയർത്തൽ. മൂന്നാമത്തേത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഖരാങ്കത്തിന്റെ താഴ്ത്തൽ. നാലാമത്തേത് വ്യതിവ്യാപന മർദ്ദം. ഓക്കെ, വ്യതിവ്യാപന മർദ്ദം. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും റീസൺ ഇതാണ്. നമുക്കിനി ഓരോന്നിന്റെയും ഇക്വേഷൻസ് ഒന്ന് നോക്കാം. വ്യതിവ്യാപന മർദ്ദം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ ഇക്വേഷൻ വരുന്നത് ഇതാണ്. ΔP1, അതായത് ആദ്യമേ നമുക്കൊരു പ്രഷർ ഉണ്ടായിരുന്നു, അത് നമുക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് അല്ലെങ്കിൽ ബാഷ്പശീലമില്ലാത്ത ലീനം ആഡ് ചെയ്തപ്പോൾ അത് ഡിക്രീസ് ചെയ്തു അല്ലേ, ലോവർ ചെയ്തു. അപ്പോൾ ΔP1 ഡിവൈഡ് ബൈ P1 നോട്ട് എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ്, അതായത് നമ്മുടെ വെള്ളമാണ് ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ ഈസ് ഈക്വൽ ടു P1 നോട്ട് മൈനസ് P1 ഡിവൈഡ് ബൈ P1 നോട്ട്. അതാണ് ഈ ΔP1 എന്ന് പറയുന്നത്. പ്യുവർ സോൾവെന്റ് എന്താണോ അതിന്റെ വേപ്പർ പ്രഷർ മൈനസ് ഇപ്പം നമ്മൾ ആഡ് ചെയ്തപ്പോഴുള്ള പ്രഷർ P1 ഡിവൈഡ് ബൈ P1 നോട്ട് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. അതിപ്പോൾ പ്രൂവ് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, x2 എന്ന് പറയാം. അപ്പം നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ΔP1 divided by P1 naught, delta P1 divided by P1 naught is equal to P1 naught minus P1 divided by P1 naught is equal to x2. x2 എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട്. രണ്ടാമത് നമ്മൾ എപ്പോഴും പറഞ്ഞു അവിടെ എയും ബിയും നമ്മൾ ഫസ്റ്റ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ല, സോറി, എയും ബിയും റോൾസ് ലോ പറഞ്ഞപ്പോൾ എ എന്ന് പറയുന്നത് എന്തിനെയാണ് എടുത്തത്? സോൾവെന്റ് എന്നും ബി എന്ന് പറയുന്നത് സൊല്യൂട്ട് എന്നും അല്ലേ എടുത്തത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. രണ്ടെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് സൊല്യൂട്ട്, 1 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് സോൾവെന്റ്, സെയിം കേട്ടോ. അപ്പോൾ ഇവിടെ x2 എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് ആണ്. മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദി സൊല്യൂഷൻ, അതായത് N2 ഡിവൈഡ് ബൈ N1 പ്ലസ് N2. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസ് ആണെങ്കിൽ, ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ P1 നോട്ട് മൈനസ് P1 ഡിവൈഡ് ബൈ P1 നോട്ട് ഈസ് ഈക്വൽ ടു K2 പകരം നമ്മൾ N2 ബൈ N1 എന്ന് വരും. കാരണം ഡൈല്യൂട്ട് സൊല്യൂഷനകത്ത് N2ന്റെ അളവ് അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ അളവ് വളരെ കുറവായിരിക്കും, ഡൈല്യൂട്ടാണ് അല്ലെ. അപ്പൊ ഡൈല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൊല്യൂട്ടിന്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? N1 മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി N2 എന്ന് പറയുന്നത് എന്താണ്? N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ആണ്. നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൻ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ആണ്. അപ്പൊ ഗിവൻ മാസ് എന്ന് പറഞ്ഞത് എന്താണ്? W1 എന്ന് അല്ലെങ്കിൽ W ആയിട്ട് എടുക്കാം. ഇപ്പൊ നമ്മുടെ കേസിൽ സൊല്യൂട്ട് ആയതുകൊണ്ട് W2 എന്ന് എടുക്കാം. ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന് പറയുമ്പോൾ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്, അതുകൊണ്ട് നമ്മൾ M2 എന്ന് പറഞ്ഞ് എടുക്കുന്നു. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ എഴുതി W2 ബൈ M2. ഇനി അഗെയിൻ ഡിവൈഡഡ് ബൈ N1 ആണ്. അപ്പൊ M1 by W1 എൻ്റെ റെസിപ്രോക്കൽ എടുത്തു. അപ്പോൾ ഇതാണ് ഓൾ അബൌട്ട് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ആണ്. P1 നോട്ട് മൈനസ് P1. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഹിന്റ് യൂസ് ചെയ്യാം. P1 നോട്ട് എപ്പോഴും നമ്മൾ ആദ്യമേ കിട്ടിയേക്കുന്ന പ്രഷർ കൂടുതലായിരിക്കും. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതലുള്ളതിന് കുറച്ചുള്ള പ്രഷർ കുറയ്ക്കുക. P1 നോട്ട് മൈനസ് P1 ഡിവൈഡ് ബൈ P1 നോട്ട് ഈസ് ഈക്വൽ ടു N2 ബൈ N1 എന്ന് പറയുന്നതായിരിക്കും ഇക്വേഷൻ ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അതായത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, തിളനിലയുടെ വർധനവ് അല്ലെ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അതെന്ന് പറയുന്നത് ΔTB, ബോയിലിംഗ് പോയിന്റിലുള്ള എലിവേഷനെയാണത് TB എന്ന് പറയുന്നത്. TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ്. ΔTB എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. നമുക്കറിയാം മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ 1 കിലോഗ്രാം സോൾവെന്റ്. അതാണ് മൊളാലിറ്റി. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നതാണ് മൊളാലിറ്റി. അപ്പോൾ
ഡെൽറ്റ ടി ബി ഈസ് ഇക്വൽ ടു ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമ്മൾ കെ ബി എന്ന് പറയുന്നത് എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മലയാളത്തിൽ ആ കോൺസ്റ്റന്റിന് പറയുന്ന പേരാണ് ഉത്ഥാപന സ്ഥിരാങ്കം. അപ്പോൾ ഡെൽറ്റ ടി ബി ഈസ് ഇക്വൽ ടു കെ ബി ഇൻറ്റു എം എന്ന് പറയുന്ന ഇക്വേഷൻ അത് സിമ്പിൾ ആണ് കേട്ടോ. കെ ബി ഇൻറ്റു എം ഇത് തന്നെയാണ് നമുക്ക് അടുത്തത് വരുന്നത്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് വരുമ്പോൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിൽ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും. ഓക്കെ, മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഡെൽറ്റ ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം. നേരത്തെ ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ആയിരുന്നു. ഇവിടെ ഡെൽറ്റ ടി എഫ് അതായത് ചേഞ്ച് ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്ത് സംഭവിക്കും? ഡിപ്രഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. അവിടെ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് മൊളാലിറ്റി ആണ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം അല്ല മാസ് ഇൻ കിലോഗ്രാം ഓഫ് ദി സോൾവെന്റിന്റെ കിലോഗ്രാം. അപ്പോൾ W1/1000. ഇനി നാലാമതാണ് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ വരുന്നത്. വ്യതിവ്യാപന മർദ്ദം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സിമ്പിൾ ആണ്. പൈ ഓസ്മോട്ടിക് പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ പൈ ആണ്. പൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ആർ ഇൻറ്റു ടി. ഇവിടെ ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റും ടി എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറുമാണ്. ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ഥിരാങ്കമാണ് കേട്ടോ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സ്ഥിരാങ്കമാണ്. ആ സ്ഥിരാങ്കം സാർവത്രിക വാതക സ്ഥിരാങ്കം. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.214 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ഇനി ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് മൊളാരിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മൊളാരിറ്റി ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ, അതായത് N/V എന്നുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൈ ഈസ് ഈക്വൽ ടു N/V ഇൻറ്റു RT എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ കൊടുക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് വ്യതിവ്യാപന മർദ്ദവും എന്ന് പറയുന്ന ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്കിപ്പോൾ ഒരു വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് പറഞ്ഞു പോകുന്നത് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിൽ എങ്ങനെയാണെന്ന് വരുന്നത് നോക്കാം. ഇവിടെ ഓസ്മോസിസ് എന്താണ്, വ്യതിവ്യാപനം എന്താണെന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ലായകമുണ്ട്. ഇതാണ് ലായകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെന്റ് മോളിക്യൂൾസ്. അപ്പോൾ സോൾവെന്റ് മോളിക്യൂൾസിൽ സോൾവെന്റ് ആണിത്. അപ്പോൾ ഈ സോൾവെന്റിൽ നിന്ന് ലായനിയിലേക്ക്, അപ്പോൾ ലായനിയിൽ ഏറ്റവും കൂടുതലുള്ളത് ലായകമാണല്ലോ, കുറച്ചുള്ളത് ലീനമാണ്. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ലീനമാണ് ഈ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ലായകമാണ് നമ്മുടെ ഈ ലായകത്തിന്റെ സെയിം കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ നിന്ന് ശുദ്ധമായ ലായകം ഇതുവഴി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഗ്രാജുവലി എന്ത് സംഭവിക്കും? ലായകം ഇവിടെ കുറഞ്ഞു ശുദ്ധ തന്മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ലായകം കുറയുകയും ലായനിയിലെ ലായകത്തിന്റെ എണ്ണം കൂടുകയും ചെയ്യും. ലായകത്തിന്റെ മോളിക്യൂൾസ് കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് മെയിനായിട്ട് ഇവിടെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്മോസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറാണ് കേട്ടോ. അപ്പോൾ ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാൻ കാരണം ഓസ്മോസിസ് അല്ല, ഓസ്മോട്ടിക് പ്രഷർ വ്യതിവ്യാപന മർദ്ദമാണ് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ശരിക്കും ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ശുദ്ധമായ ലായകത്തിൽ നിന്ന് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ലായനിയിലേക്ക് ലായക തന്മാത്രകൾ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കണ്ടത്. ആ വാടിയിരിക്കുന്ന ആ ഒരു ചെടിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അത് വരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ആ വെള്ളത്തിൽ നിന്നുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ആ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ, അതായത് നമ്മുടെ ആ സെൽ വോളിൽ കൂടി, അതാണ് ഇവിടുത്തെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്ന സെൽ വോളിൽ കൂടി എന്തായി സെല്ലിനകത്തേക്ക് കയറുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ വ്യതിവ്യാപന മർദ്ദമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ കാരണം ഇവിടെ വ്യതിവ്യാപനം തടയുന്നതിന് ഈ ഒരു പ്രോസസ്സ്, ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സ് തടയുന്നതിന് ലായനിയുടെ വശത്ത് നമ്മൾ ഈ ലായനിയുടെ വശത്ത് അധിക മർദ്ദം പ്രയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തടയാൻ വേണ്ടി നമ്മൾ മർദ്ദം കൊടുക്കുന്നു. അതായത് ലായക തന്മാത്രകൾ അർദ്ധതാരി സ്ഥലത്തിലൂടെ ലായനിയിലേക്ക് കടക്കുന്നത് തടയുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന മർദ്ദം. അപ്പോൾ ഈ ഒരു മർദ്ദത്തിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ വ്യതിവ്യാപന മർദ്ദം എന്ന് പറയുന്നത്. ഇവിടെ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആകാൻ കാരണം എന്താ? ലീന തന്മാത്രകളുടെ എണ്ണത്തെയാണ്, സ്വഭാവത്തെ അല്ല ആശ്രയിക്കുന്നത്. ഇവിടുത്തെ ലീന തന്മാത്രകളുടെ എണ്ണത്തെയാണ് ഇവിടെ അത് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പം ഇനി ഒരു ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്താണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എവിടെയാണോ കുറവുള്ളത് അവിടേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് കൂടുതലായിട്ട് വരുന്നു അല്ലേ? അത് തന്നെ. അപ്പോൾ ഇനി ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഓസ്മോട്ടിക് പ്രഷറുള്ള കുറേയധികം സൊല്യൂഷൻസിനെ നമ്മൾ
ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത താപനിലയിൽ വ്യതിവ്യാപന മർദ്ദത്തിന്റെ മൂല്യം ഒരുപോലെ വരുന്ന രണ്ട് ലായനികളെ നമ്മൾ ഐസോട്ടോണിക് ലായനികൾ എന്ന് വിളിക്കുന്നു. ഇത്തരം ലായനികളെ ഒരു അർദ്ധധാരി സ്ഥലത്തിലൂടെ കടത്തി വേർതിരിച്ചാലും അവര് വ്യതിവ്യാപനം ഓസ്മോസിസ് നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഐസോട്ടോണിക് സൊല്യൂഷൻസിൽ ഓസ്മോസിസ് നടക്കത്തില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. ആ സെമി പെർമിയബിൾ മെംബ്രെയിനിലേക്ക് നമുക്ക് ശുദ്ധമായ ലായക തന്മാത്രകൾ ആ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ലായനിയിലേക്ക് പോകുന്നു. അപ്പോൾ ലായനിയിൽ ഇവിടെ എന്താ, ശരിക്കും ലായകത്തിന്റെ അളവ് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ നമുക്കത് എങ്ങനെ ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ through a semi-permeable membrane എന്ന് പറയാം. That is what is called osmosis. And in order to prevent the osmosis, we have to apply pressure on the solution side. ഈ പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്, which is a colligative property. കാരണം എന്താ, it is depending on the number of solute particles. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓസ്മോസിസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രതിലോമ വൃത്തി വ്യാപനം എന്ന് നോക്കാം. അപ്പോൾ പ്രതിലോമ വൃത്തി വ്യാപനം അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഓൾറെഡി ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിനിലേക്ക് ഉണ്ടാവുന്ന ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ആ ഓസ്മോസിസ് ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സൊല്യൂഷൻ സൈഡിൽ കൊടുക്കുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ അത്ര വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുമ്പോൾ ഇതിങ്ങ് നേരെ അത് സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്നത്. ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുമ്പോൾ സ്റ്റോപ്പ് ആവും. ഇനി നമ്മൾ കൂടിയ ഓസ്മോട്ടിക് പ്രഷർ ഈ സൈഡിൽ കൊടുത്താലോ, ഈ സൈഡിൽ നമ്മൾ കൂടിയ ഓസ്മോട്ടിക് പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ പ്രതിലോമ വൃത്തി വ്യാപനം നടക്കും. അതായത് വ്യതിവ്യാപന മർദ്ദത്തെക്കാൾ ഉയർന്ന മർദ്ദം ലായനിയുടെ വശത്ത് പ്രയോഗിച്ചാൽ വ്യതിവ്യാപനത്തിന്റെ ഗതി എതിർദിശയിലാക്കാൻ സാധിക്കും. അതായത് ശുദ്ധലായകം ഇവിടെ അർദ്ധധാര്യ സ്ഥലത്തിലൂടെ ലായനിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു. അതായത് ഇവിടെയുള്ള നമ്മുടെ ശുദ്ധമായ ലായനി ലായകം എന്ത് സംഭവിക്കും? ശുദ്ധമായ ലായകം ഈ അർദ്ധധാര്യ വസ്തുവിലൂടെ പുറത്തേക്ക് ഒഴുകുന്നു. വളരെയധികം പ്രായോഗിക ഉപയോഗങ്ങളുള്ള ഒരു പ്രതിഭാസമാണ് ഈ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. മെയിൻലി ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ. അതായത് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ റിവേഴ്സ് ഓസ്മോസിസ് നടക്കുന്നത്. അതായത് ഉപ്പുവെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. സമുദ്രജലത്തിന്റെ ഉപ്പുരസം ഇല്ലാതാക്കാൻ പ്രതിലോമ വൃത്തി വ്യാപനം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഇവിടെ വൃത്തിവ്യാപന മർദ്ദത്തെക്കാൾ ഉയർന്ന മർദ്ദം പ്രയോഗിക്കുമ്പോൾ സ്ഥലം വഴി കടൽ ജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കുന്നു. അതായത് നമുക്കിവിടെ കടൽ ജലമാണ്, ഈ കടൽ ജലത്തിൽ നിന്ന് ശുദ്ധജലം നമുക്ക് ഇങ്ങനെ വേർതിരിക്കാൻ പറ്റും. കടൽ ജലത്തിൽ നിന്ന് ശുദ്ധജലം. അപ്പൊ നമുക്ക് ഉപ്പ് കൂടുതലുള്ള ഭാഗത്ത് നിന്ന് ഉപ്പ് കുറഞ്ഞ ഭാഗത്തേക്ക് ഉപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ശരിക്കും വെള്ളം കുറവാണ്. ഇവിടെ നമ്മുടെ കടൽ വെള്ളത്തിൽ വെള്ളം കൂടുതലാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നേരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ശുദ്ധജലത്തിനെ, കടൽ ജലത്തിൽ നിന്ന് ശുദ്ധജലത്തിനെ നമുക്ക് ഈ ഒരു സ്ഥലം വഴി വേർതിരിച്ചെടുക്കാൻ സാധിക്കും. പ്രതിലോമ വൃത്തി വ്യാപനത്തിന് വേണ്ടി വരുന്ന മർദ്ദം വളരെ ഉയർന്നതാണ്. അനുയോജ്യമായി ബലപ്പെടുത്തിയ സെല്ലുലോസ് അസറ്റേറ്റ് പാട ഒരു പ്രവർത്തനക്ഷമമായ പോറസ് സ്ഥലമാണ്. അപ്പോൾ വർക്കബിൾ പോറസ് മെംബ്രെയിൻ, നമുക്കൊരു സെല്ലുലോസ് അസറ്റേറ്റ്, ഇപ്പൊ നമുക്കൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലോസ് അസറ്റേറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെല്ലുലോസ് അസറ്റേറ്റ് ജലത്തെ കടന്നു പോകാൻ അനുവദിക്കുന്നു. എന്നാൽ സമുദ്രജലത്തിലെ മറ്റ് അപദ്രവ്യങ്ങളോ അയോണുകളോ അതിൽ കൂടി കടന്നു പോവില്ല. അതാണ് റിവേഴ്സ് ഓസ്മോസിസ്. മെയിൻലി ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ. പ്രതിലോമ വൃത്തി വ്യാപനം എന്നാണ് ഇതിന്റെ മലയാളം ടേം വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് പഠിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് അബ്നോർമൽ മോളിക്കുലർ മാസ് ആണ്, അല്ലെ അബ്നോർമൽ മോളാർ മാസ് ആണ്. അതും കൂടി നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ് ആണ് ഈ അബ്നോർമൽ മോളാർ മാസ് അല്ലെങ്കിൽ അസാധാരണ മോളാർ മാസുകൾ എന്ന് പറയുന്നത്. 1880കളിൽ വാൻ ഹോഫ് ആണ് ഐ എന്ന് പറയുന്ന ഫാക്ടർ അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ ശരിക്കും അസാധാരണ മോളാർ മാസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ശരിക്കും NaCl ഒരു മോളാർ മാസ് ഉണ്ടാവും അല്ലെ. ഇനി NaCl എന്ത് ചെയ്യും? ആഫ്റ്റർ ഡിസോസിയേഷൻ Na പ്ലസ് ഒന്നും Cl മൈനസ് ഒന്നും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വേറൊരു മോളാർ മാസ് ഉണ്ടാവും. അതാണ് സാധാരണ മോളാർ മാസും അസാധാരണ മോളാർ മാസും എന്ന് പറയുന്നത്. ഈ ഐ ഫാക്ടർ എന്താണ് അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ എന്താണ്? ഈ ഐ വാല്യൂ കണ്ടുപിടിക്കുവാണ് സാധാരണ മോളാർ മാസ് ഡിവൈഡ് ബൈ അസാധാരണ മോളാർ മാസ്, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അല്ലെങ്കിൽ ഐക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്.
ആഫ്റ്റർ അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഡിവൈഡ് ബൈ ബിഫോർ അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ. ഇപ്പം ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നതിനാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടൈമാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ഒരു എക്സാമ്പിളാണ്. അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ എന്ന് പറയുന്നത് അസോസിയേഷൻ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ 1880കളിൽ വാൻ ഹോഫ് ആണ് ഈ ഒരു അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഫാക്ടറിനെ ഫാക്ടർ, അദ്ദേഹം ആ ഒരു അബ്നോർമൽ മോളാർ മാസിനെ സാധാ മോളാർ മാസത്തിൽ നിന്നും വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഫാക്ടറിനെ വാൻ ഹോഫ് ഫാക്ടർ എന്നാണ് വിളിക്കുന്നത്. ഇനി ഐന്റെ ഡിഫറെന്റ് ഇക്വേഷൻസ് ആണ്. I ഈസ് ഈക്വൽ ടു സാധാരണ മോളാർ മാസ്, അതായത് നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ സാധാരണ അബ്നോർമൽ മോളാർ മാസ്, അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു ആഫ്റ്റർ ഡിസോസിയേഷൻ, അതായത് മോളുകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഇതാണ് ഐന്റെ 3 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാധാരണ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷണാധിഷ്ഠിതമായി ലഭിക്കുന്ന യഥാർത്ഥ മൂല്യത്തിൽ നിന്ന് കൂടിയോ കുറഞ്ഞോ കാണുന്ന മോളാർ മാസ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ നോക്കാം. അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ, ശരിക്കുള്ള അസറ്റിക് ആസിഡിന്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് CH3COOH. CH3COOH എന്ന് പറയുമ്പോൾ അതിന്റെ മോളാർ മാസ് നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? മോളാർ മാസ് എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു കാർബൺ ഉണ്ട്, സോ 1 ഇൻറ്റു കാർബണിന്റെ മാസ് 12 ആണ്, പ്ലസ് ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ 3 ഇൻറ്റു ഹൈഡ്രജന്റെ മാസ് 1 ആണ്, പ്ലസ് ഇവിടെ ഒരു കാർബൺ ഉണ്ട്, സോ 1 ഇൻറ്റു കാർബണിന്റെ മാസ് 12 ആണ്, പ്ലസ് ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, സോ 2 ഇൻറ്റു ഓക്സിജന്റെ മാസ് 16 ആണ്, പ്ലസ് ഇവിടെ ഹൈഡ്രജന്റെ മാസം ഉണ്ട് 1 ഇൻറ്റു 1. അപ്പോൾ ഇതിന്റെ എല്ലാം കൂടി സമ്മ് വരുമ്പോൾ 12 പ്ലസ് 3 പ്ലസ് 12 പ്ലസ് 32 പ്ലസ് 1 വരും, which is equal to 12 plus 3 എന്ന് പറയുന്നത് 15, 15 plus 12 എന്ന് പറയുന്നു പ്ലസ് 33 എന്ന് വരും, which is equal to 60 gram per mole ആണ് ശരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ ഇനി അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ ആണെങ്കിലോ, ആക്ച്വലി ഈ അസറ്റിക് ആസിഡിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 60 gram per mole ആണ്. പക്ഷെ അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ ആണെങ്കിൽ അതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്, അസറ്റിക് ആസിഡിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് which is equal to എത്ര വരും? 120 gram per mole വരും. എന്തുകൊണ്ടാണ് ഈ അബ്നോർമാലിറ്റി? ഇറ്റ് ഈസ് ഡ്യൂ ടു ഈ ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു അബ്നോർമൽ മോളാർ മാസിന് കാരണം ഇവിടെ അസോസിയേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇവിടെ ഡൈമറൈസേഷൻ സംഭവിക്കുന്നു. അസോസിയേഷൻ ആണ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേറൊരു ടേം യൂസ് ചെയ്യാം, ഡൈമറൈസേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹൗ ആക്ച്വലി ദിസ് നമ്മുടെ CH3COOH ഇൻ അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ, അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരാം. അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് അസറ്റിക് ആസിഡ് ഡൈമറൈസ് ചെയ്തിട്ട് 2 മോളിക്യൂൾസ് ടുഗദർ ആയിട്ട് ഉണ്ടാവും കാണുക. സോ 60 പ്ലസ് 60 എന്ന് പറയുന്നത് 120 gram per mole ആയിട്ടും കാണിക്കുന്നത്. ഈ അസാധാരണ മോളാർ മാസ് എന്നത് പരീക്ഷണത്തിലൂടെ നിർണയിച്ച മോളാർ മാസും കണക്കാക്കിയ കൊളിഗേറ്റീവ് ഗുണധർമ്മങ്ങൾ എന്നത് ബാഷ്പശീലമില്ലാത്ത ലീനത്തിന് വിയോജനമോ സംയോജനമോ സംഭവിക്കുന്നില്ല എന്ന് കരുതിയാൽ ലഭിക്കുന്ന വിലയുമാണ്. സംയോജനം നടക്കുന്ന സന്ദർഭങ്ങളിൽ I എന്നത് 1നേക്കാൾ കുറഞ്ഞും വിയോജനം നടക്കുമ്പോൾ I എന്നത് 1നേക്കാൾ കൂടിയും ഇരിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് I ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1. I ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? സംയോജനത്തിലാണോ അതോ വിയോജനത്തിലാണോ? വിയോജനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസോസിയേഷൻ നടക്കുമ്പോൾ. ഡിസോസിയേഷൻ നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഡിസോസിയേഷൻ നടക്കുമ്പോൾ ഇവിടെ KCl നടക്കുമ്പോൾ ഡിസോസിയേഷൻ ടു K പ്ലസ് പ്ലസ് Cl മൈനസ്. അപ്പോൾ ഇവിടെ ഡിസോസിയേഷൻ നടന്നിട്ട് K പ്ലസ് അയോണും Cl മൈനസ് അയോണും ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് ഡിസോസിയേഷൻ. ഡിസോസിയേഷൻ നടക്കുന്ന സമയത്ത് ഐന്റെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1ഉം അസോസിയേഷൻ നടക്കുന്ന സമയത്ത് ഐന്റെ വാല്യൂ ലെസ് ദാൻ 1ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1ഉം ഐയുടെ വാല്യൂ ലെസ് ദാൻ 1ഉം. I ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് ഡിസോസിയേഷന്റെ സമയത്തായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ KCl എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് K പ്ലസും Cl മൈനസും ആയിട്ട് മാറിയ കേസിൽ അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് അയോൺസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഓൾവേസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മളിവിടെ നമ്പർ ഓഫ് അയോൺസിനെ നോക്കിയാൽ മതി. ഇനി I ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1 എന്ന് പറയുന്നത് എപ്പോഴാണ്? അസോസിയേഷൻ അല്ലെങ്കിൽ സംയോജനം നടക്കുമ്പോൾ I ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ CH3COOH ഇൻ അസറ്റിക് ആസിഡ്. ഇത് ശരിക്കും ആക്ച്വലി CH3CO മൈനസും അതുപോലെ തന്നെ H പ്ലസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ബെൻസീനിൽ എന്താ സംഭവിക്കുന്നത്? ഇത് ഡൈമറൈസ് ചെയ്ത്
ഒറ്റ മോളിക്യൂളായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒറ്റ മോളിക്യൂളായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഐൻ്റെ വാല്യൂ <1 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ആസ് പെർ ദ സിലബസ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ്, അതായത് ആ ക്വസ്റ്റ്യൻസിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. മാക്സിമം നിങ്ങൾ ഫർദർ റീഡിങ്ങും കൂടി നടത്തിയിട്ട് വേണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്പാർക്കാണ്. നിങ്ങൾക്ക് തുടങ്ങാൻ എവിടെയെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് തന്നെ അതിനകത്ത് കുറച്ചൊന്ന് ഇൻവോൾവ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് തരുന്നത്. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ നിർത്തരുത്. ബാക്കിയുള്ളതും കൂടി പഠിച്ച് ഇതിനെക്കുറിച്ചിട്ടുള്ള ഫർദർ ക്വസ്റ്റ്യൻസും കൂടെ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനം മുമ്പോട്ട് പോവുക. വിഷിങ് യു വെരി 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 ബെസ്റ്റ് വിഷസ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, വൺസ് അഗെയിൻ if you like this video, please share with your friends, share among your friends. Okay, so thank you so much. See you in another video.